ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ രാമായണത്തിലെ ആരണ്യകാന്ഡം ആരംഭിക്കുകയാണ്. ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമതി അനിത കൃഷ്ണകുമാർ, ശ്രീമതി ജഗദമ്മ ഗോപിനാഥ്, ശ്രീമതി കമല രവീന്ദ്രൻ. 3 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആരണ്യകാന്ഡം ആരംഭിക്കാം നമുക്ക്. ഹരി ഓം. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുഭ്യോ നമ. ആരണ്യകാന്ഡം. ബാലികേ ശുകകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരദനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തന്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ, രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയനേകൻ അവ്യയൻ അഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. മഹാരണ്യപ്രവേശം. പ്രത്യുഷസ്യുദ്ധായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോദ്ഭവേഷ്ടപുത്ര, ഞങ്ങൾക്കു മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ, ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗദനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണം അന്തികേ
ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പൊക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാം മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോട് അരുളി ചെയ്തു രാമൻ, ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവ, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമഥ ഘോരമായുള്ള മഹാകാനനമകം പുക്കാർ. ചില്ലിചങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാദി മൃഗഗണാകീർണ ആതപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാംബരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാൻ നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായാശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും. എന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാമാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോൽപല കുമുദാംബുജ രക്തോൽപല ഫുല്ല പുഷ്പേന്ദീവര ശോഭിതമജ്ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാധവതം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം. ഉദ്ധൂതവൃക്ഷം കരാളോജ്വല ദംഷ്ട്രാന്വിത വക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം വാമാംസ്ഥലന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹ മഹിഷവരാഹാദി വാരണ മൃഗ വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിലറി വന്നിടിനാനതു നേരം. ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടഥ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ, ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു. ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക. ചിത്തമുറച്ചു കുമാര നീ. വല്ലഭേ ബാലേ സീതേ, പേടിയായി കേതുമെടോ. വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതും ഒന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരരും. നിഷ്ഠുരതരം അവനെട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടിവെട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും, ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ള വൻകാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നിതസ്തഭയം. ചാപതൂണീരബാണ വൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്കു പേരെന്നുടെ പത്നി ഇവൾ, വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണൻ എന്നു നാമം ഇവനും മത്സോദരൻ. പുക്കിതു വനാന്തരം ജനകനിയോഗത്താൽ.
രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവ വാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി. വൃദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ, ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാൻ എന്നിഹ ധരിച്ചേൻ ഞാൻ. മൽഭയം നിമിത്തമായി താപസന്മാരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവിനല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിയിടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ. പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ വൃദ്ധിച്ചു രാമം പ്രതി വക്രവും പിളർന്നതിസത്വരം. നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിൽ അതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം. ഇന്ദിരാരമണം ഇന്ദീവരദളശ്യാമളം ഇന്ദ്രാദിവൃന്ദാകര വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുകൃതി ജനമനോമന്ദിരം. രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തെ കമലാപതേ ധരാപതേ. ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർവിതനായോരു രാത്രിഞ്ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. സന്തതമിനിച്ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം. ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ. നമസ്തേ രാമായ രാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻമഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൂക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം ബുക്കാർ. സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിനാശയാലേ. ആർജവ ബുദ്ധ്യാചിരം താപസ ബഹുതരം ആർജിച്ചേനല്ലോ.
ആർജവ ബുദ്ധ്യാചിരം തപസാ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നോരു നിനക്കു തന്നീടിനേൻ അദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എണ്ണിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേൻ അന്തസന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദളശ്യാമളമംഭോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം. സൗമിത്രിസേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു. ലോകേശപാദം പ്രാപിച്ചിടിനാൻ തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ പാകശാസനൻ പദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അൺമ്യൂട്ട് ചെയ്യൂ ജഗദമ്മജി. അൺമ്യൂട്ട്. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ട് ചണ്ഡദീതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, പന്നഗോത്തമ തൽപേ വള്ളി കൊള്ളുന്ന ഭവാൻ. ദാതാവർത്തിക്ക മൂലം ഭൂപാരം കളവാനായി ജാതനായിതു ഭൂവി വാർത്താണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരത ശത്രുഘ്നന്മാർ ശംഖചക്ര അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നീടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനി ശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളുമെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥികൂട്ടങ്ങളുമെല്ലാം എത്രൈവ മൂലമെന്തോന്നെത്രയുണ്ടാവാനകോ
വാക്യം കേട്ടു ചൊന്നാൻ താപസജനം, രാമഭദ്ര നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായിദ്ദേ േശമസ്തി വ്യാപ്തമായി ചമഞ്ഞതോ നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യ പരവശചിത്തനായൊരു പുരുഷോത്തമനൾ ചെയ്തു, നിഷ്ഠൂരകരമായ ദുഷ്ടരാക്ഷസ കുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയായി വസിക്ക സന്തുഷ്ട താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യ സമ്പൂജ്യമാനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീ നന്ദിനിയോടും അനുജനോടും കൂടി സംസർഗാനന്ദേ വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. സുധീഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം മുഖ്യ താപസകുല ശിഷ്യ സഞ്ജയപൂർണം, സർവതൃ ഗുണഗണ സമ്പന്നം അനുപമം സർവകാലാനന്ദ ദാനോദയമത്യത്ഭുതം. സർവപാദഫലദാഗുൽമസങ്കുലസ്ഥലം സർവസൽ പക്ഷി മൃഗഭുജംഗ നിഷേവിതം. രാഘവനവരജൻ തന്നോടു സീതയോടുമാഗതനായിതു എന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ, കുംഭസംഭവനാകും അഗസ്ത്യ ശിക്ഷോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരതൻ മുനി. സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംപൂജിച്ചരുളിനാനർഘപാദ്യാദികളാൽ. ഭക്തി പൂണ്ടശ്രുജലനേത്രനായി സദദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ, നിൻ തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മദ്ഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കര മുഖ്യ വന്ദ്യനാം പാദമല്ലോ നിസ്സഹ നിൻമഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നിവേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം. തദ്ഭക്ത ഭൃത്യനായിടണം ഞാൻ, ത്വൽപാദമംബുജം നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. പുത്രഭാര്യാർത്ഥ നിലയാന്ത കൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിടുമെന്ന് എന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ത്രപുൽഗല പിണ്ഡമാകും ഗാത്രമോർത്തോളമതി കശ്മലമതിങ്കലുൾ ഉള്ളാസ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശനാ ഭവാൻ വാഴ്കയെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിപ്പിച്ചിടുകയില്ല. ത്വന്മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മയാമായ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദങ്ങളെ പോലെ വിശ്വേശാപോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മാന. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ.
ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ. അദ്യൈവ പര ഭവച്ചരണാംബുജ യുഗം മമ പ്രത്യക്ഷമായി വന്നിതുമത്തപോ ബലവശാൽ ത്വന്മന്ത്ര ജപ വിശുദ്ധാത്മനാ പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിത്തനെന്നാകിലും ഭവാൻ ചിന്മയ ചിത്തനായെങ്കിലും സന്മയമായി ബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായോരു ഭവദ്രൂപം ത്വന്മായ വിഡംബനാച രചിതം മാനുഷ്യകം മന്മദ കോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണ നേത്രം കാർമുഖബാണാധരം സ്മേര സുന്ദര മുഖമജിനാംബരധര സീതാ സംയുതം സുമിത്രാത്മജ നിഷേവിത പാദ പങ്കജം നീലനീരത കളേബരം കോമളമതിശാന്തമനന്ത ഗുണ അഭിരാമാത്മാ രാമനാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷ മധ്യമമാ നേത്രഗോചരമയോരിത്തിരുമേനി നിത്യം നിത്യേ വാഴുക ചിത്തേ വാഴുക വേണം. മുറ്റിയിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടേണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്നിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു. നിത്യവും ഉപാസനായി ശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ച് മന്മന്ത്രോപാസകന്മാരായി നിരുപേക്ഷമാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. തൊൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനായി മത്യനു വിശേഷിച്ചും സത്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്നിച്ചു കൊള്ളുവാനന്തദീനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയോ മുണ്ടതും അഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീഷ്ണനും നമസ്തുതേ ഭദ്രമതോ തോന്നിയതതിന്നു ഞാൻ കാട്ടുവനല്ലോ വഴി കൂടെ പോന്നതു അടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കേണമിന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാൻ കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനവും ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജ ആശ്രമമേജവം വന്ന് സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തന്ന അന്നവരെല്ലാവരും അന്യോന്യം സല്ലാപവും ചെയ്തിരുന്നോരു ശേഷം. അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗേ നടക്കൊണ്ടിതു മന്ദം മന്ദം. സർവർത്തു ഫലകുസുമാഠ്യ പാദ
ഫലതാ സംവൃതം നാനാമൃഗസഞ്ചയ നിഷേവിതം നാനാ പക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദ ദാനാഠ്യം മുനി നന്ദന വേദദ്വന്ദ് നിമണ്ഡിത മനോപമം ബ്രഹ്മർഷി പ്രവരന്മാരും അമരമുനികളും സമ്മോദം പൂണ്ടു വാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടറ്റമില്ലാതെ വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു. കാണും തോറും ആശ്ചര്യമോ ഓരോന്നിവ കണ്ടവരും ചെന്നാശ്രമത്തിനു പുറപ്പെട്ടതു ശുഭദേശേ. വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ ഉണർത്തിക്കേണം ഉണർത്തിക്കേണം ജാനകിയോടും ഭ്രാതാവാകിയ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടുന്നിതൂപാശ്രമം ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ അത്യുക്ത സത്വരം ഗത്വാ ആചാര്യമന്ദിരം മുദാനത്വാതം വരാമഗസ്ത്യം മുനികുലസത്തമം രഘുത്തമ ഭക്ത സഞ്ചയാവൃതം രാമമന്ത്രാർത്ഥ വ്യാഖ്യാതൽപര ശിഷ്യന്മാർക്കാമദഗസ്ത്യാമാത്മാരാമം മുനീശ്വരം ആരൂഢവിനയം കൊണ്ടാനവതവ വക്രത്തോടുമാരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടുമുണ്ടിഞ്ഞാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്ത് കാരുണ്യാബ്ദേ നിൻ തൃക്കഴലിണ കണ്ടു വന്നിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘാശ്യാമളം നളിനാക്ഷം. ഇത്യുക്താ സരഭസമുത്ഥായ മുനി പ്രവരോത്തമ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനി സത്തമന്മാരോടു നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം വാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദൃഷ്ട്വാ ചിരമദ്വൈവ സമാഗതം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥിബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. ആദ്യവാസരം മമ സഫലമത്രയല്ല തപസാഫല്യവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം കുമ്പിട്ടു ഭക്ത്യാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാരു ഓമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും കൂടെ വാദീശാംശജനായ ലക്ഷ്മണനെയും
ഗാത്രസ്പർശന പരമാഹ്ലാദജാതസ്രവ നേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനൂടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശ്വേശ്വം രാമൻ പാദാഖ്യനാമധൂപ വർക്കമുഖ്യങ്ങളും പാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജനങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം ഏകാന്തേ ചൊല്ലിടിനാം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. ഹരിയോം കമലാജി, വീഡിയോ ഓൺ ചെയ്യൂ. വായിച്ചോളൂ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവാനെന്നു തന്നെ. സാരസാനന സകലേശ്വര ദയാനിധേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോക സൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാവൃതമെന്നുപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതി എന്നു ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്ന് ചൊല്ലും വിദ്വാൻമാർ അവിദ്യ എന്നു പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യം മാണയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുര. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം അവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂലസഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ പിന്നീടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യകോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണമായുണ്ടായി വന്നു
ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണു താനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ തന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ വിദ്യ എന്നല്ലോ ചൊൽവോ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും തെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തേ മുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വത്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടുമാത്മാജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സംന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനായുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. തൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വത്ഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വത്ഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മ മിന്നുമൽ ക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും. സീതയാ സാർത്ഥം ഹൃദി വസിക്കാ സദാ ഭവാൻ സീതാവല്ലഭാ ജഗന്നായകാ ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചോ ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം ബാണതോണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയോ മരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതി വിനഷ്ടമാക്കിയിടയണം വൈകിടാതെ.
സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കപോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. ശ്രുത്വൈത സ്തോത്രം സാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിയോ. നമസ്കാരം. അങ്ങനെ ഈ 11ാമത്തെ ദിവസത്തെ പാരായണം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ആദരപൂർവം സമർപ്പിക്കാം. വളരെ വിശേഷപ്പെട്ട ഓരോ സന്ദർഭങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓരോ ഘട്ടങ്ങള്. ഇവിടെ അവസാന ഭാഗം വായിച്ചത് അഗസ്ത്യസ്തുതിയാണ്. വളരെ വിശേഷമായിട്ടുള്ള സ്തുതിയാണ്. അപ്പോൾ ആ പ്രാർത്ഥന എല്ലാ കാലത്തും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നണം ദയാംബുധേ എന്നാണ് ആ മഹർഷി സ്തുതിച്ചത്. ആ സ്തുതി എന്നും എപ്പോഴും എല്ലാ കാലത്തും എപ്പോഴും വേണ്ട സ്തുതിയാണത്. ഇങ്ങനെയുള്ള വിശിഷ്ട സ്തുതികള് ധാരാളമായിട്ട് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഭക്തിപൂർവം നമുക്ക് ഈ രാമായണ മാസത്തില് ഇത് വായിക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും ഒക്കെ സന്ദർഭം ലഭിക്കുന്നത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം. ആ പ്രഭുവിന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.